സ്നേഹസമ്പൂർണരായ തീർത്ഥാടകരെ, ഗുരുഭക്തരെ, ശ്രോതാക്കളെ, 92ാമത് ശിവഗിരി തീർത്ഥാടന മഹാമഹത്തിന്റെ ഭാഗമായിക്കൊണ്ട് നടത്തപ്പെട്ട തീർത്ഥാടന ഘോഷയാത്ര മഹാസമാധി സന്നിധാനത്തിൽ ഇപ്രകാരം പര്യവസാനിക്കുകയാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ തിരുവെഴുന്നള്ളത്ത് എന്ന സങ്കല്പമാണ് ഈ ഘോഷയാത്രയ്ക്കുള്ളത്. രാവിലെ 5 മണിക്ക് മഹാസമാധി പീഠത്തിലെ പൂജയും കഴിഞ്ഞ് 10,000-കണക്കിന് ഗുരുദേവ ഭക്തന്മാർ ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി നാമ ജപത്തോടുകൂടി പട്ടണ പ്രാന്തങ്ങളിൽ പ്രദക്ഷിണം ചെയ്ത് മടങ്ങി മഹാസമാധി സന്നിധാനത്തിൽ ഈ ഘോഷയാത്ര സമാപിക്കുകയാണ്. ഘോഷയാത്ര സമാപിക്കുമ്പോൾ ധർമ്മസംഘത്തിന്റെ അധ്യക്ഷന്റെ സന്ദേശം നൽകുക പതിവാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ തിരുസ്വരൂപത്തെയും ഗുരുദർശനത്തെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നാം ഒരു പുതുവർഷ പുലരിയിലേക്ക് പ്രവേശിക്കുക. 2025 കാലൊന്നുകയാണ്. ഈ ഒരു വർഷക്കാലം നമ്മുടെ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കി നടപ്പിലാക്കേണ്ട പ്രധാനപ്പെട്ട വിഷയത്തെ സംബന്ധിച്ചാണ് ഇന്ന് സന്ദേശമായി ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. നാം ശ്രീനാരായണീയരാണ്. ശ്രീനാരായണീയർ എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുദേവന്റെ അനുയായികൾ. ക്രൈസ്തവർ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ അനുയായികളാണ്. അവർ യേശുക്രിസ്തുവിൽ സമ്പൂർണ്ണം ശരണാഗതരാണ്. അത് നമുക്കൊരു മാതൃകയാണ്. അതുപോലെ ശ്രീനാരായണ ഗുരുദേവനിൽ സമ്പൂർണ്ണം ശരണാഗതരായി ഗുരുദേവനെ പരമഗുരുവായും പരമദൈവമായും ഭജിച്ച് ആരാധിച്ച് നാം അനുഗ്രഹീതരാകും. ആ ഒരു ദൃഢവിശ്വാസത്തിൽ നാം ഉറച്ചു നിൽക്കണം. നമ്മുടെ സമാരാധന സമ്പൂർണ്ണം ശ്രീനാരായണ ഗുരുദേവന്റെ തൃച്ചേവടികളിൽ തന്നെ സമർപ്പിക്കപ്പെട്ടു. ആ ഒരു മഹത്തായ സന്ദേശം ഈ അവസരത്തിൽ ഈ 92ാമത് തീർത്ഥാടന മഹാമഹത്തിന്റെ സന്ദേശമായി ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. മഹാജനങ്ങളെ, ശ്രീനാരായണ ഗുരുദേവൻ ജനകോടികളുടെ പരമഗുരുവും പരമ ദൈവവും വഴിയും വഴികാട്ടിയുമാണ്. ഗുരു പ്രത്യക്ഷ ദൈവതം എന്നത് ജനലക്ഷങ്ങൾ ശ്രീനാരായണ ഗുരുദേവനിലൂടെയാണ് സാക്ഷാത്കരിച്ചത്. അവർക്ക് ഗുരുദേവൻ ശ്രീകൃഷ്ണന്റെയും ശ്രീബുദ്ധന്റെയും യേശുക്രിസ്തുവിന്റെയും മുഹമ്മദ് നബിയുടെയും ശ്രീ ശങ്കര ഭഗവത്പാദരുടെയും മൂർത്ത രൂപമായിരുന്നു. മാത്രമല്ല, ഗുരുദേവൻ സകല ദേവതാ സ്വരൂപമായ പ്രത്യക്ഷ ബ്രഹ്മമായിരുന്നു. അറിയുന്നവരെ എല്ലാം ആരാധകരാക്കി മാറ്റാൻ പോന്ന അത്ഭുത വ്യക്തി വൈശിഷ്ട്യത്തിന്റെ ഉടമയായിരുന്ന ഗുരുദേവനെ ജീവിച്ചിരുന്ന ഒരു നാളിൽ ആരും പോവിട്ടു പൂജിച്ചു എന്നത് ചരിത്രം. മഹാഗുരുവിന്റെ തിരുനാമധേയത്തിൽ നടക്കുന്ന ഏറ്റവും മഹത്തരമായ ആത്മീയ യജ്ഞമാണ് ശിവഗിരി തീർത്ഥാടനം. 5 പേരിൽ തുടങ്ങിയ ശിവഗിരി തീർത്ഥാടനം ഇപ്പോൾ ജനലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ മഹാമഹമായി വളർന്ന് പന്തലിച്ചിരിക്കുന്നു. അറിവിന്റെ തീർത്ഥാടനം എന്ന് ബോധപ്രസിദ്ധി ആർജിച്ച ഈ മഹിതമായ തീർത്ഥാടനത്തിന് തുല്യമായ മറ്റൊരു
ജ്ഞാനദായക തീർത്ഥപ്രവാഹം എവിടെയും നമുക്ക് കാണാനാവില്ലെന്നത് അനുഭവസിദ്ധമാണ്. ശിവഗിരിയിലെ പീതാംബരധാരികളായി ഒഴുകിയെത്തുന്ന ജനലക്ഷങ്ങൾ ജ്ഞാനതീർത്ഥത്തിൽ പഠനം ചെയ്യുന്നതോടൊപ്പം ഗുരുദേവനെ പരമദൈവമായി ദർശിച്ച് അനുഗ്രഹം നേടി ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നു. ജനലക്ഷങ്ങളെ തീർത്ഥാടനം ഒരു സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ വിപ്ലവകാരിയുടെ കുടീരം കാണുവാനല്ല, മറിച്ച് ഈശ്വര സ്വരൂപനായ മഹാഗുരുവിൽ അഭയവും ആനന്ദവും കണ്ടെത്തി അനുഗ്രഹീതരാകുന്നതിന് വേണ്ടിയാണ്. എന്നാൽ ഗുരുദേവൻ ഈശ്വര സ്വരൂപൻ തന്നെയോ എന്ന് സന്ദേഹിക്കുന്നവർ അപൂർവമായി ഇല്ലെന്നില്ല എന്നതും നാം അറിയേണ്ടതായിട്ടുണ്ട്. ഒരു മഹാത്മാവിനെ നാം വിലയിരുത്തുന്നത് അവിടുത്തെ ജീവിതത്തെയും കൃതികളെയും ചേർത്ത് വെച്ചുകൊണ്ടുള്ള പഠനത്തിലൂടെയാണ്. ശ്രീകൃഷ്ണ പരമാത്മാവിനെ അവതാര പുരുഷനായും ക്രിസ്തുദേവനെ ദൈവപുത്രനായും മുഹമ്മദ് നബിയെ ദൈവദൂതനായും കണക്കാക്കി ലോകം വാഴ്ത്തുമ്പോൾ ആ പരമ്പരയിൽ വന്നുദിച്ച ശ്രീനാരായണ ഗുരുദേവൻ സാക്ഷാൽ ഈശ്വരൻ തന്നെയെന്ന് അവിടുന്ന് എഴുതിയ ആത്മവിലാസം എന്ന കൃതിയിലെ വരികളിൽ നിന്ന് നാമും ദൈവവും ഒന്നായിരിക്കുന്നു, ശ്രീനാരായണ ഗുരുവും ദൈവവും ഒന്നായിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. ഇത് മുതലായവ എന്നും ഇപ്രകാരം വരുമിനിയും വരവറ്റു നിൽപ്പതേകം അറിവതു നാം അതുതന്നെ മറ്റുമെല്ലാവരും അതുതൻ വടിവാർന്നു നിന്നിടുന്നു. ആത്മോപദേശ ശതകത്തിലെ ഈ 66-ാം ശ്ലോകം പ്രത്യേകം ശ്രദ്ധിക്കുക. ജീവജാലങ്ങൾ ജനിച്ചും മരിച്ചും കൊണ്ടിരിക്കും, എന്നാൽ ജനന മരണങ്ങളൊന്നുമില്ലാതെ നിത്യമായി നിലകൊള്ളുന്നത് ഒന്ന് മാത്രം, അത് അറിവാണ്, ഈശ്വരനാണ്. നാം അതുതന്നെ. ഗുരുദേവന് അറിവ് ഈശ്വരൻ തന്നെയാവുന്നു. മറ്റുള്ളതെല്ലാം ആ ഈശ്വരന്റെ സ്വരൂപം തന്നെ. ഈ ദിവ്യവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം നാം ഗുരുദേവനെ സമാരാധന ചെയ്യുവാൻ. വത്തിക്കാനിൽ വെച്ച് അഭിവന്ദ്യനായ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആശീർവാദത്തിൽ ആലുവ അദ്വൈതാശ്രമത്തിൽ നടന്ന സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി ലോകമത പാർലമെന്റ് നടന്നതിന്റെ മികവിലാണ് 92ാമത് ശിവഗിരി തീർത്ഥാടനം കൊണ്ടാടുന്നത്. ലോകം ഒരു കുടുംബമാണ്. ശ്രീനാരായണ ഗുരു പ്രഖ്യാപിച്ചു. ഗുരുവിന്റെ ജീവിതം മനുഷ്യർക്ക് വേണ്ടി സമർപ്പണം ചെയ്തു. ഗുരുവിന്റെ സന്ദേശത്തിലൂടെ ലോക സമാധാനം കൈവരിക്കണം തുടങ്ങിയ വചനങ്ങളാണ് മാർപ്പാപ്പയിലൂടെ ലോകം ശ്രമിച്ചത്. ശ്രീനാരായണ ഗുരു വിശ്വഗുരുവെന്ന് അക്ഷരാർത്ഥത്തിൽ ലോകം അംഗീകരിച്ചിരിക്കുന്നു. ഇതിന്റെ ചൈതന്യധന്യതയിൽ തൃപ്പാദങ്ങളിൽ അഭയവും ആനന്ദവും കണ്ടെത്തി അവിടുത്തെ ഏകലോക ദർശനത്തിന്റെ സാഫല്യതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തീർത്ഥാടന മംഗള ആശംസകളോടുകൂടി സച്ചിദാനന്ദ സ്വാമി.